മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഒന്നാം പ്രതി 6 വർഷത്തിനു ശേഷം പിടിയിൽ. തമിഴ്നാട് തിരുവള്ളൂർ പടിയനല്ലൂർ സ്വദേശി 38 വയസ്സുള്ള സുരേഷ് എന്ന റഹീമാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസിന്റെ പിടിയിലായത്. ചൊവ്വാഴ്ച രാത്രി 9:30 തഞ്ചാവൂരിനടുത്തുള്ള കോരടച്ചേരിയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 2019 ജനുവരി 15 നാടിനെ നടുക്കിയ സംഭവം. റെയിൽവേ പാളത്തിനരികിൽ ചാക്കിലാക്കി ഉപേക്ഷിച്ച നിലയിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞിരുന്നു. പ്രദേശത്തെ ഭിക്ഷാടന സംഘത്തിനൊപ്പം ഒരു 4 വയസ്സുകാരി ഉണ്ടായിരുന്നെന്ന് ഒലവക്കോട് RPF സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ നൽകിയ വിവരമാണ് കേസിൽ നിർണായകമായത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒന്നാം പ്രതി സുരേഷും 2ാം പ്രതി സത്യയും ചേർന്നാണ് കുട്ടിയെ പീഡിപ്പിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കുട്ടി നിലവിളിച്ചപ്പോൾ വായ പൊത്തിപ്പിടിക്കുകയും ശ്വാസം മുട്ടി മരിക്കുകയുമായിരുന്നു. മരണം ഉറപ്പുവരുത്താൻ കാലുറകൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുകുകയും ചെയ്തു. പിന്നീട് മറ്റുള്ളവരും ചേർന്ന് മൃതദേഹം ചാക്കിലാക്കി ഉപേക്ഷിക്കുകയായിരുന്നു. 2020 ജാമ്യത്തിലിറങ്ങിയ ഇവർ ഒളിവിൽ പോവുകയായിരുന്നു. 2023 ഇവരെ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ചിരുന്നു. മൊബൈൽ ഫോണുകളും നിരീക്ഷണ പോർട്ടലുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഒന്നാം പ്രതി പിടിയിലായിരിക്കുന്നത്. പ്രതികൾ പലതവണ സിം കാർഡും ഫോണും മാറ്റുകയും പലയിടത്തായി അലഞ്ഞുതിരിഞ്ഞു നടക്കുകയും ചെയ്തതിനാൽ കണ്ടെത്തുക ദുഷ്കരമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 3ാം പ്രതി ഖദീജ ബീവി, 5ാം പ്രതി കവിത എന്നിവർ നിലവിൽ ജയിലിലാണ്. ടൗൺ നോർത്ത് സബ് ഇൻസ്പെക്ടർമാരായ B. പ്രമോദ്, അജയ് S. മേനോൻ, GS CPOമാരായ രാജേഷ്, സുജിത്, അജേഷ്, അനൂപ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്.